സാറേ നമസ്കാരം. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്നത് ഒരു കിടുക്കാച്ചി വെട്ടുകത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗ കാര്യങ്ങളും ഒക്കെ ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറയാമോ? ഇത് അപൂർവങ്ങളാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഏറ്റവും കൂടുതൽ പോകുന്ന വെട്ടുകത്തി എന്ന് പറയുമ്പം മരം വെട്ടാനുള്ളതും വീട്ടാവശ്യത്തിനുള്ളതുമാണ്. ഇത് തേങ്ങയൊക്കെ ഇടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പഴയ മോഡൽ വെട്ടുകത്തിയാണ്. ഇത് ഒരുപാട് ആൾക്കാരല്ലെങ്കിൽ ഈ ടൈപ്പ് ഇല്ല. കാരണം ഒരു 10-20 തടിവെട്ടുകാരുടെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഒരു തേങ്ങ ഇടാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം റെയറായി കൊണ്ടു നടക്കുന്ന മോഡലാണിത്. കാരണം 5 ചുറ്റാണിത്. ഇത് അവർ ഭയങ്കര കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു മോഡൽ ടൈപ്പ് വെട്ടുകത്തിയാണ്. കുഞ്ഞിനെ പോലെ സംരക്ഷിക്കുക. കാരണം അത് അവരുടെ കുലത്തോടിൻ്റെ ഭാഗമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന ഒരു വെട്ടുകത്തിയാണ്. ഈ വെട്ടുകത്തി നമ്മൾ ചെയ്തേക്കുന്നത് ഇതിപ്പം 11 ഇഞ്ചോളം ലീഫുണ്ട്. 11 ഇഞ്ച് 10 ഇഞ്ച് പിടിനീളം. അതിൽ 9 ഇഞ്ചോളം കൂരുനീളമാണ് ഇടയ്ക്കൂടുള്ള നാരായം കിടക്കുകയാണ്. കൂരിങ്ങനെ കിടക്കുകയാണ്. ഇവിടെ വരെ ഉണ്ട്. തള്ളവിടലിന്റെ ഭാഗം വരെ കൂരി കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഇച്ചിരി കുറച്ചാണ് ഇടുന്നത്. കാരണം എന്താ പറയുക, ചിലപ്പോൾ ഒന്ന് ഔട്ടടിച്ച് പോയെങ്കിൽ, കാരണം തീർത്തിക്കടയിലെ ബിറ്റ് നമ്മൾ അത്രയും വലിയ ബിറ്റിട്ട് അടിക്കുമ്പോഴേ ചിലപ്പോൾ ഒന്ന് പൊളഞ്ഞാലും നമ്മൾ ആ റിസ്ക് എടുക്കത്തില്ല. ഇപ്പം നമ്മൾ സ്റ്റീലിൻ്റെ ആണിക്കാണ് വാഷിട്ട് ബ്ലോക്ക് ചെയ്തേക്കുന്നത്. ഇപ്പോൾ കണ്ടല്ലോ, ആദ്യത്തേത് 1 ഇഞ്ച് മുകളിലായിട്ട് ആദ്യത്തെ ചുറ്റ്, 1 ഇഞ്ചിന് രണ്ടാമത്തത്, 1.5 അടുത്ത ചുറ്റ്. ഇതാണ് ഇതിൻ്റെ ഒരു ഇത്. കാരണം ഈ മൂർച്ച നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി എന്താ കൂടുതൽ നമുക്ക് ഉപകാരപ്രദമായ കാര്യം? കാരണം ഇതിൻ്റെ വളവും ഫ്രണ്ട് വെയിറ്റുമാണ്. ഇതിപ്പോൾ ഒരു 1.5 താഴെ വരും. 1.350 ഒക്കെ വരും. എങ്ങനെ പോലെ 1.350 വരും. അതല്ല സാറേ, നമ്മുടെ മൂർച്ച കൂട്ടാനായിട്ടേ നമുക്ക് ഇത് അതുപോലെ ഉപയോഗിക്കേണ്ട വെട്ടുകത്തിയല്ല. എളുപ്പകരമായിട്ടുള്ള കാര്യം എന്തായിരിക്കും? എളുപ്പകരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇവർ മണൽപ്പൊടി ഇട്ട് തേക്കുക എന്നുള്ള. ഇത്തരം വെട്ടുകത്തി ഉപയോഗിക്കുന്നവർ ഏറ്റവും കൂടുതൽ മണൽപ്പൊടി ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. അവർ തന്നെ പൊടിച്ച് വെച്ചിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ഇതിനകത്ത് അരം പിടിക്കില്ല. വലിയ അരവിട്ട് പിടിച്ച് കഴിഞ്ഞാൽ തെന്നി മാറത്തുള്ളൂ. കാരണം ഉരുക്കാറില്ല. ശരി. അല്ലെങ്കിൽ പിന്നെ ഷാർപ്പായിട്ടുള്ള ചെറിയ കുഞ്ഞുവര മുക്കോണത് ഏറ്റവും ചെറുതിട്ട് പിടിച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ട് പാത്രയ്ക്ക് പിടിക്കും. ശരി. മണൽപ്പൊടിയാണ് ഇതിനേറ്റവും ബെറ്റർ. അല്ലെങ്കിൽ പിന്നെ ക്ലോത്ത്, എമരി ക്ലോത്ത് കിട്ടും. അത് വാങ്ങിച്ച് ചെറിയ തടി കഷ്ണത്തിൽ ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഷാർപ്പായിട്ട് തേച്ചെടുക്കാൻ പറ്റും. അപ്പോൾ തേക്കുന്ന രീതി എങ്ങനെയായിരിക്കും? അത് നമുക്ക് പറ്റ പിടിക്കണം. അതായത് ഇവിടെ ഇപ്പം നമ്മൾ ഇട്ടേക്കുന്നത് പട്ടം അടിക്കുക എന്ന് പറയും. ഈ 2 സൈഡും ചായ്വിനെ പട്ടം എന്ന് പറയുന്നത്. പട്ടം അടിക്കും. ആ പട്ടം തീർത്ത് ചായച്ച് തന്നെ പിടിച്ചു മാറും. ഉട്ടിട്ട് തേച്ച് കഴിഞ്ഞാൽ വാത്തല ഉരുളല്ലാതെ മൂർച്ച കൂടുകയില്ല. അപ്പം അത് പട്ടം കറക്റ്റ് കൊള്ളിച്ചിട്ട് തേക്കണം. ഷാർപ്പ് മൂർച്ച ഇങ്ങനെ ഇപ്പം എന്ത് മൂർച്ച ഉണ്ടോ അത് തന്നെ ബാലൻസ് ആയിട്ട് നിൽക്കും. അത് ഞാൻ ഇപ്പോൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ദിവസം ഉപയോഗിച്ചെങ്കിൽ ആ ഉപയോഗ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 2 ദിവസത്തിനകം തേച്ചിരിക്കണം. തേച്ച് കൂട്ടി കൊണ്ടു നടക്കുക എന്നുള്ളതാണ്. അപ്പം ഉദാഹരണം പറയാം, ഏറ്റവും ഷാർപ്പ് സാധനമാണ് ഷേവ് എന്നുള്ളത്. 2 ഷേവിൽ കൂടുതലൊന്നും അത് ഉപയോഗിക്കാൻ പറ്റില്ല. അതും ഒരു തന്നെ. അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ച് ചെയ്യുന്ന സാധനമാണ് ബ്ലേഡ് എന്ന് പറയുന്ന പൊടിയുന്ന സാധനമാണ്. എന്ന് പറയുന്ന പോലെ ഉപയോഗത്തിനനുസരിച്ച് തേച്ചുകൊണ്ടേയിരിക്കുക. ഉപയോഗത്തിനനുസരിച്ച് നമ്മുടെ പ്രോഡക്റ്റ് തേച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വെട്ടിയ ഒരു നിർമ്മിതമായ ഒരു വെട്ടുകത്തിയുടെ നിർമ്മാണമാണ്. ഇതിലെ തേങ്ങ ഇടാനൊക്കെ ഉപയോഗിക്കുന്ന വെട്ടുകത്തിയാണ്. ഒരു കുലത്തൊഴിലിൻ്റെ ഭാഗമായിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നെ അവർ സംരക്ഷിക്കുന്ന ഒരു വെട്ടുകത്തിയാണ്. അപ്പം ഇതിൻ്റെ മൂർച്ചയെന്ന് പറയുന്നത് വളരെ ഷാർപ്പാണ്. അപ്പം ഇതെങ്ങനെ സംരക്ഷിക്കണം എന്നുള്ളതൊക്കെ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ അതേപോലെ തന്നെ സംരക്ഷിക്കുക, മൂർച്ച കൂട്ടാനുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ ഈ ഒരു ഉൽപ്പന്നം അല്ല ഇതേപോലെയുള്ള വീട്ടുപയോഗത്തിനുള്ള കാര്യങ്ങൾ മേടിച്ചിട്ട് ഇപ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്തിട്ടാലും ഇതിൻ്റെ ടെമ്പർ മാറും. വെയിലത്തിട്ടാൽ ടെമ്പർ മാറും. പിന്നെ ഒരിക്കലേ നമ്മളൊരു പരുവത്തിന് ടെമ്പർ ചെയ്തിട്ടേക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹീറ്റായി ഒരു വെയിലത്ത് കിടന്നു കഴിഞ്ഞാൽ പിടിക്കും, പൊട്ടണം ഉപയോഗിക്കും. ശരി. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇതെല്ലാം നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നതാണല്ലേ? എല്ലാം നമ്മൾ കൊറിയറുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നമ്പർ, ഹരിവെട്ടിയാറിൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നതാണ്. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കും. എല്ലാവരും പച്ചക്കമ്പ്, പിന്നെ പച്ചമടൽ, ഇതൊക്കെയാണ് വെട്ടി കാണിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അപ്പുറത്ത് ഒരു അക്വേഷ്യയുടെ മുട്ടി കിടപ്പുണ്ട്. അത് ഞാൻ അടുത്ത പിടി കീറാൻ വേണ്ടി മില്ലിൽ കൊടുക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു അക്വേഷ്യയുടെ കെട്ടുവശമാണ്. അത് നമുക്ക് കീറാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ മില്ലിൽ കൊടുത്തിട്ട് കീറി പിടിയാക്കാൻ വേണ്ടി ഇട്ടേക്കും. തടി കിടപ്പുണ്ട്. വെട്ടി കാണിക്കാം. നമ്മളിപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഗ്യാരണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. 100% നമ്മൾ നമ്മുടെ പ്രേക്ഷകർക്കാണ് അക്വേഷ്യയുടെ ഒരു കെട്ടുള്ള. കാരണം ഇത് മൊത്തം വെട്ടി ഇട്ടേക്കാം.
ആ കണ്ട ആ ഷാർപ്പ് ഉണ്ട്, ഒരു മൂർച്ച ഇങ്ങനെ കണ്ടോ, ഒരു ചലനം പോലും ഇല്ല, മൂർച്ചയ്ക്കൊരു ചലനം പോലും ഇല്ല കണ്ടോ. കണ്ടോ അതേപോലെ തന്നെ എങ്ങും തന്നെ ഒരു ചട വീഴുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആ മൂർച്ച എന്തുണ്ടോ അത്രയും തന്നെ അതുപോലെ നിൽപ്പുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ വെട്ടിയാറിൻ്റെ ഒരു കിടുക്കാച്ച് സംഭവം. ഇതൊരു ചെറിയ കാര്യമല്ല, നല്ല വെയിറ്റുള്ള ഒരു വെട്ടുകത്തിയാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഉൽപ്പന്നങ്ങൾ ആർക്ക് വേണമെങ്കിലും ഞാൻ തന്നെ ഇവിടെ ഒരു പടിയിലോട്ട് വെക്കുകയാണ്, നമ്മുടെ പ്രേക്ഷകർക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ആർക്ക് വേണമെങ്കിലും ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഓർഡർ ചെയ്താൽ അദ്ദേഹം വർക്ക് ചെയ്ത് അയച്ച് കൃത്യമായിട്ട് നമുക്ക് തരുന്നതായിരിക്കും.